ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എങ്ങനെ മേടിക്കാം എന്നതാണ്. ഇൻപുട്ട് ഓഫ് എന്ന് എഴുതി റൺ ചെയ്യുമ്പോൾ യൂസറിൽ നിന്ന് കണ്ടോ ഒരു ഇൻപുട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെ കിട്ടുന്ന ഇൻപുട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിലോ, ഉദാഹരണത്തിന് പ്രിൻ്റ് എൻ്റർ യുവർ നെയിം, അതായത് ഒരാളോട് പേര് ചോദിക്കുകയാണ്, അയാൾ പേര് പറയുമ്പോൾ അത് ഞാൻ നെയിം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ഞാൻ നെയിം എന്നുള്ള വേരിയബിളിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? കണ്ടോ, എൻ്റർ യുവർ നെയിം. അപ്പോൾ അരുൺ എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, അത് തന്നെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. ഇനി ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ നെയിം ഇൻപുട്ടായിട്ട് വാങ്ങിക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഹലോ അരുൺ അല്ലെങ്കിൽ ഹലോ മീനു എന്ന് ഡിസ്പ്ലേ ചെയ്യണം. പ്രിൻ്റ് എൻ്റർ നെയിം ഈക്വൽ ടു ഇൻപുട്ട് ഓഫ്. എന്നിട്ട് എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? ഹലോ എന്ന് ആദ്യം പ്രിൻ്റ് ചെയ്യണം. അതിനൊപ്പം എന്തുകൂടി പ്രിൻ്റ് ചെയ്യണം? നെയിം കൂടി പ്രിൻ്റ് ചെയ്യണം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ നെയിം അനു. കണ്ടോ, ഹലോ അനു എന്നാണ് ഡിസ്പ്ലേ ചെയ്ത് വന്നത്. ഇവിടെ നമുക്കൊരു കാര്യം നോക്കാം. ഈ നെയിം എന്ന വേരിയബിൾ ഏത് ടൈപ്പാണ്? പ്രിൻ്റ് ടൈപ്പ് ഓഫ് നെയിം സ്ട്രിങ് ആണ്. അതായത് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് സ്ട്രിങ്ങിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എന്ന് ഞാൻ കൊടുത്തിട്ട് 2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിലോ, അപ്പോഴും അത് സ്ട്രിങ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക, ഇൻറ്റിജറായിട്ടല്ല. അത് ഇൻറ്റിജറായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടൈപ്പ് ഓഫ് എ എന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം, ഇൻറ്റിജറായിട്ടാണ്. അതെല്ലാം ഫ്ലോട്ടായിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നേരത്തെ എഴുതിയ ഹലോ അരുൺ അല്ലെങ്കിൽ ഹലോ അനു എന്നുള്ള കോഡിൽ എനിക്കൊരു ഹൗ ആർ യു എന്നും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിലോ, നെയിം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോമ ഇടുക, സ്ട്രിങ്ങിൽ എന്തായിട്ട് എഴുതുക? ഹൗ ആർ യു എന്ന് എഴുതുക. അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഹലോ അനു ഹൗ ആർ യു എന്ന് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ കോമയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ കോഡൊന്ന് നോക്കിയേ. പ്രിൻ്റ് എൻ്റർ എ നമ്പർ, എന്നിട്ട് എന്ത് ചെയ്തു? എയിലേക്ക് ഇൻറ്റിജറിൻ്റെ രൂപത്തിൽ നമ്മൾ ഇൻപുട്ട് എടുത്തു. ഇനി അതിൻ്റെ വാല്യൂ നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ്. വാല്യൂ ഓഫ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുകയാണ്. ഈ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് എൻ്റർ എ നമ്പർ എന്നുള്ള മെസ്സേജ് എഴുതുകയാണെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെയാണ് വരിക. എൻ്റർ എ നമ്പർ 4, വാല്യൂ ഓഫ് എ ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ സം കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാം എഴുതാം. എ ഈക്വൽ ടു ഇൻറ്റ് ഓഫ്, അതായത് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ, എങ്കിലല്ലേ സം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്ട്രിങ് ആണെങ്കിൽ സം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ നമ്പർ 1. അടുത്തത് ബി ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ത് എഴുതാം? എൻ്റർ നമ്പർ 2. ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അങ്ങനെ ബിയും എയും കിട്ടി. ഇനി അത് ആഡ് ചെയ്തിട്ട് ഞാൻ സിയിലോട്ട് സ്റ്റോർ ചെയ്യാണ്. സി ഈക്വൽ ടു എ പ്ലസ് ബി. പ്രിൻ്റ് സം ഈക്വൽ ടു കോമ സി. ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്പർ 1 2 കൊടുത്തു, നമ്പർ 2 4 കൊടുത്തു, സം ഈക്വൽ ടു 6. ഇതുപോലെ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണേ.